ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മുടെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി കരമന ജയനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ BJPയുടെ തിരുവനന്തപുരത്തെ സ്ഥിതിഗതികളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കോർപ്പറേഷൻ്റെ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി, അതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ചേട്ടാ, ഇതൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ അറിയേണ്ട കാര്യങ്ങൾ. കഴിഞ്ഞ 45 വർഷക്കാലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ഭരിച്ചത്. പ്രത്യേകിച്ചും CPM നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വന്നിട്ട് 2.5 മാസമാകുന്നുള്ളൂ. ജനങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്, പൊതുസമൂഹം സംസാരിക്കുന്നുണ്ട്, സാധാരണക്കാർ സംസാരിക്കുന്നുണ്ട്. ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നഗരത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം വന്നിരിക്കുന്നു എന്നുള്ള ഒരു ഫീല് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPയുടേതായ സംവിധാനം വന്നപ്പോൾ അതിനെ അട്ടിമറിക്കുവാൻ ആറ്റുകാൽ പൊങ്കാല, ഉദാഹരണം ആറ്റുകാൽ പൊങ്കാല, ഈ പൊങ്കാലയെ അതിനെപ്പോലും അട്ടിമറിക്കുവാൻ CPMൻ്റെ നേതൃത്വം ശ്രമിച്ചു എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിനെ ആയുധമാക്കിക്കൊണ്ടും പ്രത്യേകിച്ചും ജല അതോറിറ്റിയെ ആയുധമാക്കിക്കൊണ്ടും, കാരണം കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് എന്ന് വരുത്തി തീർക്കാൻ ജല അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ കയ്യിലെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഹീനമായ ശ്രമം, ആ ശ്രമം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു ദൈവികമായ കാര്യത്തിന് വന്നിരിക്കുന്ന ആൾക്കാരെ അത് സ്വാഭാവികമാണല്ലോ. CPM എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിച്ചവർ ആറ്റുകാൽ പൊങ്കാല അട്ടിമറിക്കാൻ എന്തും മടിക്കില്ല. അപ്പോൾ കോർപ്പറേഷനിലെ കുടിവെള്ള ക്ഷാമം കോർപ്പറേഷൻ്റെ കഴിവുകേടാണ്. ഈ ക്ഷാമം വരുത്തിയത് കോർപ്പറേഷനാണ് ഇതിനെല്ലാം കാരണക്കാരെന്ന് വരുത്തി തീർക്കാനും മേയർക്കും ഡെപ്യൂട്ടി മേയർക്കെതിരെ വിമർശനങ്ങൾ ജനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള വഴിയൊരുക്കാനാണ് ഈ കുടിവെള്ളം വരെ മുട്ടിച്ചുകൊണ്ടുള്ള ശ്രമം ഈ CPMൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുവാൻ കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം എല്ലാ 101 വാർഡുകളിലും ടാങ്കർ ലോറികൾ 107 ടാങ്കർ ലോറികളാണ് കോർപ്പറേഷനോട് ഇറക്കിയത്. ഈ പ്രശ്നം തന്നെ വളരെ നല്ല രീതിയിൽ അതിജീവിക്കാൻ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണ സംവിധാനത്തിന് BJPയുടെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് 2 മാസം പ്രായമായിട്ടുള്ള അന്ന് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് ഉള്ള ഈ കുടിവെള്ള ക്ഷാമം വരുന്ന സമയത്ത് 1.5 മാസമേ ആയിട്ടുള്ളൂ. മുൻകൂട്ടി കണ്ടു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP അധികാരത്തിൽ വരുമെന്ന് ഉള്ള റിസൾട്ട് വന്നപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലുള്ള പല ഫയലുകളും ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഞങ്ങളതെല്ലാം മുൻകൂട്ടി കണ്ടു. അഴിമതികളുടെ കഥകൾ, കാരണം അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതി കൊടി കൊത്തി വാഴുന്ന സ്ഥലമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. ആയിട്ട് വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കോർപ്പറേഷൻ ഭരണ സംവിധാനം ഈ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു പ്രതീക്ഷയോടെ BJPയെ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ അഴിമതികളെല്ലാം അന്വേഷണ വിധേയമാക്കുന്നുണ്ടോ? അവിടെ ഇവർ നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടുവരും. അഴിമതി നടത്തിയവരെ കൃത്യമായി അഴികളിലാക്കുകയും ചെയ്യും. ഇപ്പോൾ ഇടതു മുന്നണി തന്നെ ഭരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ. ഇനി വീണ്ടും ഇടതു മുന്നണിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പോലീസൊക്കെ നിങ്ങളുടെ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അറസ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമോ? ഇടതു മുന്നണി ഒരിക്കലും അധികാരത്തിൽ വരില്ല. ഈ ഭരണം, കേരളത്തിലെ ഭരണം അവസാനിപ്പിക്കും. ഞങ്ങൾക്കുള്ള പ്രതീക്ഷ BJPയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. ഇത് മതിയായി. ഈ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ BJP ഒന്നാമത്തെ കക്ഷിയായി മാറും. അപ്പോൾ ഈ രീതി മാറും. LDF അല്ലെങ്കിൽ UDF എന്നുള്ള രീതി മാറാൻ പോവുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞ സമയത്ത് ചിരിച്ച് തള്ളിയവരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഞങ്ങൾ പറഞ്ഞ കൃത്യമായി വന്നില്ലേ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ കേരളത്തിനൊരു പരിച്ഛേദമാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ആളെ ഇവിടെ കൊണ്ടുവരികയും അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് വിജയകരമായിട്ട് പിടിച്ചെടുക്കാൻ കഴിയുകയും സംസ്ഥാനത്തിൽ അങ്ങനെ തീർച്ചയായും ഉറപ്പായിട്ടുണ്ടാകും. കേരളത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ജനങ്ങളുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങളുണ്ട്. പ്രതീക്ഷ നരേന്ദ്രമോദിജിയുടെ ഒരു വലിയൊരു പ്രതിച്ഛായ ജനങ്ങൾ, ഇപ്പം മോദിജി പ്രധാനമന്ത്രി എറണാകുളത്ത് വന്ന സമയത്തുണ്ടായ ജനങ്ങളുടെ ആവേശം, തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഉള്ള ജനങ്ങളുടെ ആവേശം, ഇതെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, നേമം, കഴക്കൂട്ടം,
വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം 4 മണ്ഡലവും സിറ്റിയിലെ 4 മണ്ഡലവും BJP അധികാരത്തിൽ. ഈ തിരുവനന്തപുരം ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസാണല്ലോ. ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുമ്പിൽ BJPയുടെ ജില്ലാ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും കാർ മാത്രമല്ല 4 MLA-മാരുടെ വാഹനവും മുടക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ ഭരണം ഒരിക്കലും BJP പിടിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പിടിച്ചപ്പോൾ അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു കിരീട ചേട്ടനുമുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഞാൻ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ നേതൃത്വം കൊടുത്തു. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർ, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ വന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വവും വളരെ കാര്യമായിട്ട് പ്രവർത്തനം ചെയ്തു. അദ്ദേഹത്തിന്റെ ദീർഘമായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം നമുക്ക് പ്രചോദനമുണ്ടായി. ഭരണത്തിൽ വരാൻ പോകുന്ന 5 വർഷം തിരുവനന്തപുരം നഗരത്തെ രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റണമെന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായിട്ടും അത് വീട് പഠിക്കൽ ഭരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാധാരണ ജനങ്ങൾ ഇനി കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോയി ബുദ്ധിമുട്ടുണ്ടാകും, സാഹചര്യം ഉണ്ടാകില്ല. ഞങ്ങൾ അതിനുള്ള സംവിധാനം ചെയ്യാൻ പോവുകയാണ്. ഇത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പോയാലും തലസ്ഥാന നഗരിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു തലസ്ഥാന നഗരി കാണുന്ന ഒരു ആവശ്യം കണ്ണു തുറന്ന് കാണുന്നത്. ഇവിടെ നമ്മൾ തമ്പാനൂരേക്ക് ഇറങ്ങുവാണെങ്കിൽ ബസ് സ്റ്റാൻഡിലോ ട്രെയിനിലോ ഒന്ന് ഇറങ്ങുക, അപ്പം കഴിയുമ്പോൾ നമുക്ക് വലിയ മനപ്രയാസം തോന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ നികുതി പിരിച്ചവർ അതെല്ലാം പൂഴ്ത്തി വെക്കുകയും ഒരു ചെടിച്ചട്ടി പോലും വെക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ നഗരം നശിച്ചു പോകുന്നതും കണ്ടു. തിരുവനന്തപുരം വികസനത്തിൻ്റെ വികസന മന്ത്രം എൻ്റെ ഒരു ജീവിത മന്ത്രമാണ്. ഞാൻ വ്യക്തിപരമായി വേണം. ഇതൊരു പൗരാണിക നഗരമാണ്, ഇതൊരു സാംസ്കാരിക നഗരമാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണാണിത്. സർവ്വമതസ്ഥരും സർവ്വ സമുദായങ്ങളും എല്ലാവരും വളരെ സഹോദര തുല്യം ജീവിക്കുന്ന ഒരു മണ്ണാണ്. ഇതൊരു പുണ്യമായിട്ടുള്ള മണ്ണാണ്. പക്ഷേ ഒരു തലസ്ഥാനം എന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്തിൽ എന്ത് വികസനമുണ്ടായി? തമ്പാനൂരിൻ്റെ വെള്ളപ്പൊക്കം, തമ്പാനൂർ മഴ പെയ്താൽ വെള്ളത്തിനടിയിലാവുന്ന കാഴ്ച, കിഴക്കേക്കോട്ട വികസനം എന്തായി? ഇവിടുത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമിരിക്കുന്ന പൗരാണിക കോട്ടകളുടെ അവസ്ഥ എന്താണ്? കേടുപാടുകൾ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ഒരു MLA-മാരും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു ഭരണാധികാരികളും തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി തീരപ്രദേശം എന്താ സ്ഥിതി? തീരപ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ആ ശംഖുമുഖം ആറാട്ടുകടവ്, ആ കടവിൻ്റെ ആറാട്ട് മണ്ഡപത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരു വലിയൊരു മഴ പെയ്താൽ തീരപ്രദേശത്തെ ജനങ്ങൾ, പാവപ്പെട്ട കടലിൻ്റെ മക്കൾ, അവർക്ക് അവരുടെ വീടുകളെല്ലാം നിലനിൽപ്പിൻ്റെ ഭീഷണിയാണ്. അവിടുത്തെ കുട്ടികൾ ഭയാശങ്കയോടുകൂടിയാണ് കുട്ടികളടക്കമുള്ള മുതിർന്നവരും ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 4 മാസത്തിന് മുമ്പ് ഒരു കടലാക്രമണ സമയത്തോടെ സന്ദർശിച്ചു. അവിടെ ചെന്ന് ജയിച്ച ആൻ്റണി രാജു MLA അവിടുത്തെ അദ്ദേഹം ആ സമുദായത്തിൽപ്പെട്ടാണ്. പക്ഷേ ഈ MLA എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അദ്ദേഹം എന്ത് തിരിഞ്ഞു നോക്കി? അവിടെ ആ 5 വർഷത്തിന് 3 വർഷം അദ്ദേഹം മന്ത്രിയായിരുന്നു. മന്ത്രി എന്ന നിലയിൽ പോലും അദ്ദേഹത്തെ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ നഗരത്തിൻ്റെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണ സംവിധാനമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം നഗരത്തിലുള്ള 4 MLA-മാരും ഈ കഴിഞ്ഞ 5 വർഷം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ നഗരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതിന് മാറ്റം വരണം. സംസ്ഥാന സർക്കാരും BJPക്ക് ഒരു സർക്കാർ വന്നാൽ തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന ജില്ല വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കും. ഭീമാപ്പള്ളി, വെട്ടുകാട് പള്ളി അടക്കമുള്ള മഹാ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നൊരു ജില്ലയാണ്. ഏറ്റവും മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്യമാണ് ഈ നഗരം. നമ്മൾ പറയുന്നത് ഈ കപട മതേതരത്വമൊന്നുമല്ല, യഥാർത്ഥ മതേതരത്വം പറയുന്നത് BJPയാണ്. കഴിഞ്ഞ 12 വർഷം മുസ്ലിം ലീഗ് എപ്പോഴും മതേതരത്വത്തെ കുറിച്ച് പറയുകയും ഇത് മതമാണ് 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 അതെ അതൊക്കെ പറയുകയും ബാലൻസ് ചെയ്തു പോകും. അത് പറയുമ്പോൾ ഇവിടുത്തെ UDFൻ്റെ കോൺഗ്രസ് എന്താ പറയാനുള്ളത്? ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഇവിടെ മതങ്ങൾ തമ്മിൽ അടിച്ചാലും പ്രശ്നമില്ല, അവർക്ക് വോട്ട് കിട്ടണമെന്ന് മാത്രം. അത് LDF തന്നെയാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ കീഴിലുള്ള ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം, അവരെ മുതലാക്കാൻ വേണ്ടി മാത്രമാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടി സംസാരിക്കുകയല്ലാതെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതും വ്യക്തമായിട്ട് അതിലേക്ക് പറയാം. ഞാനൊരു കാര്യം വേറെ വ്യക്തമായി പറയാം. മുസ്ലിങ്ങളുടെ ന്യൂ ജനറേഷൻ പിള്ളേർ അവരുടെ മോദി ആരാധകരാണ്. അവരുടെയൊക്കെ മൈൻഡിൽ വർഗീയതയല്ല, അവരെല്ലാം രാജ്യത്തിൻ്റെ വികസനമാണ്, വികസന സ്വപ്നങ്ങളാണ് പങ്കുവയ്ക്കാൻ. ചെറുപ്പക്കാർ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ എയിംസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ചേട്ടാ അണ്ണാ നമുക്ക് ആ എയിംസ് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
അങ്കിളെ അത് ചോദിക്കുന്നത്. കുട്ടികളുണ്ട്, നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഞങ്ങളെല്ലാം കൂടെ നിൽക്കും, BJPയോടൊപ്പം നിൽക്കും. ഇത് രാജ്യത്തിൻ്റെ വികസനം, രാജ്യത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്നവരാണ് ന്യൂ ജനറേഷൻ പിള്ളേർ. അവരെ വഴിതെറ്റിച്ച് വിടുന്ന, തീവ്രവാദത്തിലേക്ക് വിടുന്ന ചില ശക്തികളുണ്ട്. പക്ഷേ അവർക്കൊന്നും അങ്ങനെ നിലനിൽക്കാൻ ഇനി കഴിയില്ല എന്നുള്ളതാണ് സത്യം. അത് ഇപ്പോൾ ഞാനിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. പറഞ്ഞു കേരളം ഭരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസം പോലെ ഞാനുള്ളത് പറയാമല്ലോ. എന്നാൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ളൊരു ശക്തിയായിട്ട് BJP അല്ല, ഈ താങ്കൾ പറഞ്ഞ ഈ വിശ്വാസം പോരാന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞാനിത് പറഞ്ഞപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞു സ്വകാര്യമായിട്ട് എൻ്റെ അടുത്ത് ഞാൻ മാധ്യമങ്ങളിൽ പറഞ്ഞ ശേഷം സ്വകാര്യമായി താങ്കളെപ്പോലെ പറഞ്ഞവരുണ്ട്, ചേട്ടാ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതതിന് ഉദാഹരണം. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിവുള്ളവരാണെന്നും LDFനെയും UDFനെയും മാറി മാറി പരീക്ഷിച്ചെന്നും അവരുടെ ഉള്ളിൽ BJP എന്നൊരു വികാരമുണ്ട് എന്നും ചേട്ടാ വിശ്വസിക്കാം? തീർച്ചയായിട്ടും. നേരത്തെ ഞാൻ ചോദിക്കുന്നത്, പണ്ട് BJPയെ ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ എങ്ങനെ കണ്ടോ അതിൽ നിന്നും എത്രമാത്രം മാറ്റമുണ്ട്? വലിയ മാറ്റമുണ്ട്. നമ്മളിപ്പം ഞാൻ ഉദാഹരണം പറയാം. തിരുവനന്തപുരം തീരപ്രദേശമുണ്ടല്ലോ, ശംഖുമുഖം, വെട്ടുകാട്, വലിയതുറ. പണ്ട് BJPക്ക് എത്ര ഉണ്ടായിരുന്നു? ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകേണ്ടി വരുന്നത് അവിടെയാണ്. കാരണം അവിടുത്തെ മരണത്തിനും അവിടുത്തെ കല്യാണങ്ങൾക്കും അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പോകുന്നത്. ഇത് മാറ്റമല്ലേ? എത്രയധികം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പ്രവർത്തകരാണ് BJP പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തന്നെ എത്ര പേരുണ്ട്? എൻ്റെ ഈ തിരുവനന്തപുരം സിറ്റി ജില്ലയിൽ തന്നെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമുണ്ട്. ഇത് വലിയ മാറ്റമാണ്. മതന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായിരുന്ന BJPക്കെതിരെ ഉണ്ടായിരുന്ന ഭയം മാറിയിട്ടുണ്ട്. BJP ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങളുടെ സ്വാധീനമുള്ള മേഖലയിൽ രാജ്യം മുഴുവൻ മാറ്റം. ആ മാറ്റം കേരളത്തിലുണ്ടാവും. കെട്ടിയ കൊടികൾ വെച്ചാണ് ഇത്രയും കാലം ഭരിച്ചത്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ BJPയോട് എത്താൻ അവർ കഴിയുമോ? നിങ്ങളുടെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം അട്ടിമറി നടക്കത്തില്ലേ? അത് കെ മുരളീധരൻ 4 ദിവസം പറഞ്ഞല്ലോ. BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങളെല്ലാം BJP 3-ാം സ്ഥാനത്തെത്തിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പറഞ്ഞ അർത്ഥം. അതുകൊണ്ടോ അതിനെ എങ്ങനെ അതിജീവിക്കാൻ? അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് BJP വളർന്നു. എപ്പോഴും BJPയുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന വലിയൊരു ശക്തിയാണ് ഇവർ രണ്ടും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം LDFന്റെ ഭരണം വളരെ മോശമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നു, BJP പറയുന്നു, കോൺഗ്രസ് പറയുന്നു. അപ്പോൾ LDFനെ ഇറക്കി വിട്ടു, പകരം UDFനെ കയറ്റി. ഇവിടുത്തെ സംശുദ്ധമായൊരു ഭരണം ഇതിനേക്കാളും ഗതികളായിരിക്കും. കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പ്രസക്തിയില്ല. കോൺഗ്രസ് വരില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കും. ഇനി ഒരു 5 വർഷം കൂടെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഭരണമില്ലാതെ, മുസ്ലിം ലീഗിന് ഭരണമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടാത്ത പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുകയാണ്. അതിനകത്ത് തന്നെ വലിയ അന്തർചിത്രങ്ങളും തമ്മിലടിയും പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ ഈ തിരുവനന്തപുരത്തിന് നോക്കാമല്ലോ, എത്ര മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു വലിയൊരു സാമ്പത്തിക സ്രോതസ് അതൊക്കെ വേണ്ടി, അല്ലാതെ സാധാരണക്കാർക്ക് വേണ്ടുന്ന ഒരു കാര്യം ചെയ്യും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, BJPയുടെ നേതൃത്വത്തിലുള്ള NDA കേരളത്തിൽ അധികാരത്തിൽ വരും. വളരെ ആത്മബലത്തോടു കൂടി തന്നെ പറയുന്നു, വളരെ വിശ്വാസപരമായി തന്നെ പറയുന്നു, ശക്തമായി തന്നെ പറയുന്നു. കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരും. എല്ലാ വർഷവും പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ല, അടിവരയിട്ട് ഞാൻ പറയുന്നു, NDA അധികാരത്തിൽ വരും. മോദി സർക്കാരിന്റെ ഭരണം കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഹൈവേ വികസനം, പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയുന്ന ഒട്ടേറെ വികസനങ്ങൾ BJPക്ക് പറയാൻ അഭിമാനത്തോടെ തന്നെ ഞങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നാൾക്ക് നാൾ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിച്ച് വരുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഓരോ കാര്യങ്ങളും മുൻ അധ്യക്ഷന്മാരുടെയൊക്കെ സംസാരിച്ചും ജില്ലാ അധ്യക്ഷന്മാരുടെയൊക്കെ സംസാരിച്ചും ഒരു കൂട്ടായ തീരുമാനങ്ങളാണ് ഓരോ കാര്യത്തിലെടുക്കുന്നത്. അദ്ദേഹത്തിൽ അടുത്തൊന്ന് പ്രവർത്തിക്കുമ്പോൾ കാണുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പുള്ളിക്ക് പോസിറ്റീവായിട്ട് ചേട്ടനെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന് പോസിറ്റീവേ ഉള്ളൂ. അദ്ദേഹം ബിസിനസ്സുകാരനായിട്ടാണ് രാഷ്ട്രീയത്തിൽ വന്നെങ്കിലും പല കാര്യങ്ങളിലും ഒരു കാര്യം നിവേദനമായിട്ടൊരു ആൾ ചെന്നാൽ അത് കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആത്മാർത്ഥത അദ്ദേഹത്തിനുണ്ട്. യാതൊരു സാധാരണ പ്രവർത്തകർക്കും മറ്റ് സംസ്ഥാന അധ്യക്ഷന്മാരെ പോലെ തന്നെ ഇദ്ദേഹത്തിന് ബിസിനസ്സുകാരൻ ഇദ്ദേഹത്തെ കാണാൻ വലിയ പാടാണ്. കോർപ്പറേറ്റീവ് സംവിധാനമാണ്, കോർപ്പറേറ്റീവ് ഓഫീസാണ്, കോർപ്പറേറ്റ് സംവിധാനമാണത്. ആ സംവിധാനമാണത് ആളുകളെ ഭയപ്പെടുത്തി. പക്ഷേ അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ കാണാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഒരു സാധാരണ പ്രവർത്തകനായാലും സാധാരണ ജനങ്ങൾക്കായാലും അദ്ദേഹത്തെ കാണാൻ കഴിയും. അദ്ദേഹം ആ കാര്യങ്ങൾ കേൾക്കും, അദ്ദേഹം കേട്ടതിനുള്ള വേണ്ട നടപടിയെടുക്കും ചെയ്ത്. ഈ രാഷ്ട്രീയമായ തിരക്കുകളൊക്കെ കണ്ട് ഈ തിരക്കിനിടയ്ക്കൊക്കെ കുടുംബത്തിനും ഒക്കെ ആയിട്ട് സമയം മാറ്റി വെക്കാൻ കഴിയും വളരെ കുറവാണ്. അല്ലെ മക്കളെ അടുത്ത് കൂടുതൽ ചിലവഴിക്കാൻ, ഭാര്യയുടെ അടുത്ത് കൂടുതൽ ചിലവഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. വൈഫ് ഹൗസ് വൈഫാണ്, ശ്രീകല.
മക്കൾ രണ്ടുപേരാണ്, ആൺമക്കളാണ്. മൂത്ത ആൾ അർജുൻ ജെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് പരുത്തിപ്പാറയിൽ KV മോട്ടേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മകൻ MG കോളേജിൽ BCom പഠിക്കുന്നുണ്ട്. 2 ആൺകുട്ടികൾ. വലിയ വീക്ഷണമാണ്, വലിയ പ്രതീക്ഷകളാണ്. പക്ഷെ ഞങ്ങൾ നേരത്തെ സംസാരിക്കുമ്പോൾ കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങളൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ ഇതേപോലെ തന്നെ അദ്ദേഹത്തോട് തർക്കിച്ചിരുന്നു, കോർപ്പറേഷൻ എന്ത് പിടിക്കാൻ കഴിയില്ല, ഞങ്ങൾ അതിമോഹമാണ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും അവർ കോർപ്പറേഷൻ പിടിച്ച് കാണിച്ചു. ഇപ്പം ഇദ്ദേഹം കേരളത്തിന്റെ ഭരണം പിടിക്കും എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിലാണ് അവർ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം LDFനെയും UDFനെയും മാറി മാറി പരീക്ഷിച്ച് തളർന്നവരാണ്. ഇനി LDFന്റെ കയ്യിൽ നിന്ന് UDFലേക്ക് ഭരണം പോയാൽ ഇതിലും അവസ്ഥ മോശമാകും. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് BJPയെ ജനം കണ്ടെത്തും എന്ന് ഉറച്ച വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം ശരിയാകട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.